എന്റേതാണെന്ന് പറയാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക? എന്റേതാണ്. മേര. ആ, നിന്റേതാണെന്ന് പറയാനോ? നിന്റേതാണ്. നിന്റേതാണ് പറഞ്ഞ തുന്ന് പറഞ്ഞ തുന്ന് പറഞ്ഞാൽ തുന്ന് നിങ്ങൾ, പറഞ്ഞ നിങ്ങളെ. നിങ്ങൾ എന്നാണ് അർത്ഥം. മര തേര എന്ന് നിങ്ങളുടെ. പറയാം. നിന്റേത് പറയണെങ്കിലേ തേര എന്ന് പറഞ്ഞത്. തേര. തേര. ആ, നിന്റെ. തുമാര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ് അർത്ഥം. തുമാര. ആപ്ക എന്ന് പറഞ്ഞാൽ അങ്ങയുടേത് എന്നാണ് അർത്ഥം. താങ്കളുടെ അല്ലെങ്കിൽ അങ്ങയുടെ. ആപ്ക. അവന്റേതാണെന്ന് എങ്ങനെ പറയാം? ഉസ്ക. അവന്റേതാണ്. ഉസ്ക. ഉസ്ക. ഉസ്കി എന്ന് പറഞ്ഞാൽ ഉസ്കി എന്ന് പറഞ്ഞാൽ അവളുടെ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ എങ്ങനെ പറയണേ? അച്ഛന്റെ പിതാന്നല്ലേ? പിതാ. പിതാ. അതെ, പിതാക്ക. പിതാക്ക അച്ഛന്റെ. അമ്മയുടേതെന്ന് എങ്ങനെ പറയാം? അമ്മയുടേത്. അപ്പൊ അങ്ങനെ മാതാക്കാന്ന് പറയോ? മാതാക്കി. മാതാക്കി എന്ന് പറയും, അല്ലെങ്കിൽ മാക്കി. മാക്കി. മാതാക്കി. മാതാക്കി. അത് മാതാക്കി എന്ന് പറഞ്ഞ അമ്മയുടെ, അങ്ങനല്ലേ? അതെ അതെ അതെ. ജ്യേഷ്ഠന്റെ എങ്ങനെ പറയാ? ജ്യേഷ്ഠന്റെ. ജ്യേഷ്ഠന്റെ എന്ന് പറഞ്ഞാൽ ബെടെ വായിക്ക. ബെടെ വായിക്ക. ബെഡേ. ആ, ബെടെ വായിക്ക എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ. അനുജന്റെ ബെഡേ വായിക്ക. ആ, ബെടെ വായിക്ക. അനുജന്റെ എന്ന് പറയാനോ? ചോട്ടാ വായിക്ക. ചോട്ടാ വായിക്ക. ചോട്ടാ ഭായിക്ക. വായിക്ക. ഇനി സഹോദരന്റെ എന്ന് പറയണെങ്കിലോ? സഹോദരന്റെ എന്ന് പറയണെങ്കിലോ? വായിക്ക എന്ന് പറഞ്ഞാൽ മതി. വായിക്ക. ഭായിക്ക. ഭായിക്ക എന്ന് പറഞ്ഞാല് സഹോദരന്റെ. സഹോദരന്റെ. ആ, എന്നാൽ സഹോദരിയുടേതാണെന്ന് എങ്ങനെ പറയും? സഹോദരിയുടേതാണ്. ബഹൻ അറിയാം. ബഹൻ. ആ, എങ്ങനെ പറയാ? ബഹൻകീന. യെസ്, ശരിയാണ്. കൺഗ്രാജുലേഷൻ. ശരിയാണ്. ബഹൻകി. ആ, ബഹൻകി. അപ്പൊ സഹോദരിയുടെ. ഉൻക. ഉൻക. അദ്ദേഹത്തിന്റെ. ആ, ഇനി അത് സ്ത്രീലിംഗം ആണെങ്കിൽ ഉൻകി എന്ന് പറയാം. ഉൻകി. ഉൻകി സ്ത്രീലിംഗം ആണെങ്കിൽ ഉൻകി എന്ന് പറയാം. അതെങ്ങനെ ഉച്ചരിക്കുക? എങ്ങനെയാണ് അതിന്റെ വാക്ക് എങ്ങനെ കൃത്യമായിട്ട് വരിക? ഏ സാമാൻ ഉൻകാ ഹേ. ഏ സാമാൻ ഉൻക. ഈ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ആണ്. ഏ സാമാൻ ഉൻകാ ഹേ, അല്ലെങ്കിൽ ഏ ഗാഡി ഉൻകാ ഹേ. ഏ ഗാഡി ഉൻകി ഹേ. ഇപ്പൊ നമ്മൾ ഉടമസ്ഥത പറയാനുള്ളത് നമ്മൾ പഠിച്ചു. ഏത്? കാ, കി, കെ. ഇതെല്ലാം ഉടമസ്ഥത സൂചിപ്പിക്കാനുള്ള വാക്കാണ്. എന്തൊക്കെയാണ്? കാ, കി, കെ. ആ, അത് മൂന്നും കണ്ടാൽ ഉറപ്പാണ് ഇത് ഉടമസ്ഥതയാണ്. ആരുടെയോ കാര്യത്തെക്കുറിച്ച്, ആരുടെയോ ഉടമസ്ഥതയിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയണത് മനസ്സിലാക്കാം. ചിലപ്പോ എന്റെ, അല്ലെങ്കിൽ മറ്റവന്റെ, അല്ലെങ്കിൽ മറിച്ചവന്റെ, അല്ലെങ്കിൽ പെങ്ങടെ, ആങ്ങടെ, അനിയന്റെ, കൂട്ടുകാരന്റെ, ബന്ധുക്കാരന്റെ, സ്വന്തക്കാരന്റെ, മുതലാളിയുടെ, തൊഴിലാളിയുടെ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാ, കേക്കി. അതായത് ഇതിന് ആരാണ് ഇതിന്റെ, ഈ ഉടമയുടെ ഉടമ ആരാണ്? ഈ മുതലിന്റെ ഉടമ ആരാണ്? ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണ്? അമ്മ ആരാണ്? ഈ കാറിന്റെ ഉടമ ആരാണ്? ഈ തോട്ടത്തിന്റെ ഉടമ ആരാണ്? ഈ വസ്തുവിന്റെ ഉടമ ആരാണ്? ഇത് സൂചിപ്പിക്കാനാണ് കാ, കേക്കി പറയുന്നത്. അപ്പൊ കാക്കേക്കിയുടെ സംശയമില്ല. ഇനി അതിന് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കാക്കേക്ക് കണ്ടാൽ എന്ത് മനസ്സിലാക്കും? ഉടമസ്ഥതയുടെ മനസ്സിലാക്കണം. ഉടമസ്ഥത. ഉടമസ്ഥത. അപ്പൊ ആ ഒരു കാര്യമായി കാക്കേക്കിയുടെ സംശയം തീർന്നു. ഞാൻ സംശയം